പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പെർസെൻറ്റേജിൻ്റെ മോഡൽ 10ഉം മോഡൽ 11ഉമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ മോഡലായ മോഡൽ 10 നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോ. 75ൻ്റെ 30% 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്? എന്താ പറഞ്ഞേക്കുന്നത്? 75ൻ്റെ 30%, 75ൻ്റെ 30% 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്? ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അല്ലേ. 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്? ഇവിടെ നോക്കിയതേ, ഈ നമ്പറല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, 75ൻ്റെ 30%, 30ൻ്റെ എത്ര ശതമാനത്തിന് ഈക്വലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന 75 കണ്ടോ, ഈ 75 അങ്ങിട്ട് കൊടുക്കുക. കണ്ടോ, സിമ്പിൾ മെത്തേഡാണ്. എന്താ പറഞ്ഞേക്കുന്നത്? 75ൻ്റെ 30%. അപ്പോൾ 75 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്? അപ്പോൾ ഈ 30 തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ 75 എന്നുള്ളത് എവിടെ വരണം? ഇവിടെ വരണം. ഓക്കെ ആണോ? ഇതിൻ്റെ എളുപ്പവഴിയായിട്ട് പറഞ്ഞത് എന്താ? എയുടെ ബി ശതമാനം എന്തിന് ഈക്വലാണ്? ബിയുടെ എ ശതമാനത്തിന് ഈക്വലാണ്. ഇതാണ് നമ്മുടെ എളുപ്പവഴി പറയുന്നത്. എന്താണ് എളുപ്പവഴി? എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനത്തിന് തുല്യമാണ്. ഓക്കെ, ഇവിടെ എയുടെ സ്ഥാനത്ത് 75 വന്നു, ബിയുടെ സ്ഥാനത്ത് 30% വന്നു അല്ലേ. അതല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 75ൻ്റെ 30% എന്തിന് ഈക്വൽ ആയിരിക്കും? 30ൻ്റെ 75% ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എളുപ്പവഴി മനസ്സിലായല്ലോ. എന്താണ്? 75ൻ്റെ 30% 30ൻ്റെ 75% തുല്യമായിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 42ൻ്റെ 19% 19ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമായിരിക്കും? 42ൻ്റെ 19% 19ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമായിരിക്കും? 42% തുല്യമായിരിക്കും അല്ലേ. എളുപ്പം കണ്ടുപിടിക്കാം. 42% തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 70ൻ്റെ 20% 70ൻ്റെ 20% 20ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമായിരിക്കും? 70% തുല്യമായിരിക്കും. സിമ്പിൾ കണക്കല്ലായിരുന്നോ? ഓക്കെ ആണോ? എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനത്തിന് തുല്യമായിരിക്കും. സിമ്പിൾ കണക്കാണ് അല്ലേ. അടുത്ത മോഡൽ നോക്കിക്കോ. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? മനസ്സിലായോ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 40% മാർക്ക് ഉണ്ടെങ്കിലേ ആ പരീക്ഷയ്ക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ. 120 മാർക്ക് കിട്ടിയ ഒരു കുട്ടി 80 മാർക്കിന് തോറ്റുപോയി. 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ 80 മാർക്കിന് തോറ്റുപോയി എന്ന് വെച്ചാൽ ഈ 120 മാർക്കുണ്ട്, അതിന് 80 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതെന്ത് ചെയ്തേനെ? വിജയിച്ചേനെ. അപ്പോൾ അതിന് ടോട്ടൽ എത്ര മാർക്ക് കിട്ടും? 200 മാർക്ക് കിട്ടും അല്ലേ. മനസ്സിലായോ പറഞ്ഞത്? 120 മാർക്ക് കിട്ടിയ ഒരു കുട്ടി 80 മാർക്കിന് തോറ്റുപോയി എന്ന് വെച്ചാൽ ഈ 120ൻ്റെ കൂടെ 80 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതെന്ത് ചെയ്തേനെ? വിജയിച്ചേനെ അല്ലേ, ജയിച്ചേനെ. എന്ന് വെച്ചാൽ 120 + 80 200 മാർക്ക്. ആ കുട്ടിക്ക് 200 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ആ കുട്ടി വിജയിച്ചേനെ. മനസ്സിലായോ? ഈ 200 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 40%. കാരണം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ 40% മാർക്ക് വേണം വിജയിക്കാൻ. എന്ന് വെച്ചാൽ 200 മാർക്ക് കിട്ടിയാൽ വിജയിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, 120 മാർക്ക് കിട്ടിയ കുട്ടി 80 മാർക്കിന് തോറ്റുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 + 80 കൂടെ കൂട്ടിയാൽ 200 മാർക്ക്. 200 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വിജയിച്ചേനെ. എന്ന് വെച്ചാൽ 40% മാർക്കാണ് 200 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും ക്ലാരിറ്റി ആയല്ലോ. ഇനി എന്താണ്? ഇനി നമ്മൾ പഴയ പഠിച്ച കണക്ക് അല്ലേ, പഴയ വീഡിയോയിൽ നമ്മൾ ചെയ്ത കണക്ക്. എന്താ? ഒരു സംഖ്യയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ ആകെ മാർക്ക് നമുക്കറിയില്ല. ആകെ മാർക്കിൻ്റെ 40% എന്തെന്ന് പറയുന്നത് 200 എന്ന് പറയുന്നത് അല്ലേ. ആകെ മാർക്കിൻ്റെ 40% ഈ 200. അങ്ങനെയാണെങ്കിൽ ഈ ആകെ മാർക്ക് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഇത് പഴയ ഒരു മോഡലിനകത്ത് നമ്മൾ പഠിച്ചതാണ്. എന്താ? ഒരു സംഖ്യയുടെ
എ ശതമാനം ബി ആയാൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നോക്കിയേ. ഒരു സംഖ്യയുടെ എ ശതമാനം ബി ആയാൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? ബി ബൈ എ ഇൻറ്റു 100. അതേപോലെ ഇവിടെ ഒരു മാർക്കിൻ്റെ 40% 200 ആയാൽ ആ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 200 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ ആണോ? വഴി പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് നമ്മൾ മോഡൽ 4 ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആകെ മാർക്കിൻ്റെ 40% 200 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആകെ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 200 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഓക്കെ, ക്യാൻസൽ ചെയ്ത് 5 ഇൻറ്റു 100 500 എന്ന ആൻസർ കിട്ടും. 5 ഇൻറ്റു 100 500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്നുവെച്ചാൽ ആകെ മാർക്ക് 500-ലാണ്. അതിൻ്റെ 40% 200 മാർക്ക് കിട്ടിയാലാണ് ആ പരീക്ഷയ്ക്ക് വിജയിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ. ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 50% മാർക്ക് വേണം. 320 മാർക്ക് ലഭിച്ച കുട്ടി 30 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. അപ്പോൾ ആ കുട്ടിക്ക് 320 മാർക്ക് കിട്ടിയിരുന്നു. അതെന്ത് ചെയ്തു? 30 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അത് വിജയിച്ചേനെ അല്ലേ? എന്ന് വെച്ചാൽ വിജയിക്കാൻ എത്ര മാർക്കും കൂടെ വേണം? എന്ന് വെച്ചാൽ ആ പരീക്ഷയ്ക്ക് വിജയിക്കാൻ എത്ര മാർക്ക് വേണം? 320 + 30 350 മാർക്ക് വേണം ആ പരീക്ഷയ്ക്ക് വിജയിക്കണമെങ്കിൽ. ഈ 350 എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. വിജയിക്കാൻ വേണ്ട ശതമാനം 50%. ഈ 350 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 50%. അപ്പോൾ ആകെ മാർക്കിൻ്റെ 50% 350 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സംഖ്യയുടെ എ ശതമാനം ബി ആയാൽ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചാണെങ്കിൽ ഈ മാർക്കിൻ്റെ 50% 350 ആയാൽ മാർക്ക് എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 350 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. 35ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 7 കിട്ടും. 7 ഇൻറ്റു 100 700 എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. 40% മാർക്ക് വേണം. 370 മാർക്ക് നേടിയ കുട്ടി 30 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണ്? 370 ഒരു കുട്ടിക്ക് കിട്ടി. പക്ഷേ എത്ര മാർക്കിന് തോറ്റുപോയി? 30 മാർക്കിന് തോറ്റുപോയി. എന്ന് വെച്ചാൽ 400 മാർക്കാണ് എന്തിനു വേണ്ടത്? വിജയിക്കാൻ വേണ്ടത്. 400 മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. അതിനർത്ഥം ഈ 400 40%. ആകെ മാർക്കിൻ്റെ 40% എന്ന് പറയുന്നത് 400. ആകെ മാർക്കിൻ്റെ 40% എന്ന് പറയുന്നത് 400 ആണെങ്കിൽ ആകെ മാർക്ക് എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാം നമുക്ക്? 400 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100 എന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ പറഞ്ഞത്? ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ലാസ്റ്റ് എഴുതിയ വരിയുടെ അർത്ഥം നമ്മൾ മോഡൽ 4 പഠിച്ചതാണ്. ഒരു സംഖ്യയുടെ എ ശതമാനം ബി ആയാൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100. ആ ഒരു കണക്കനുസരിച്ചാണ് ഈ ലാസ്റ്റ് വരി എഴുതിയേക്കുന്നത്. എന്താണ്? ഒരു സംഖ്യയുടെ 40% 400 ആയാൽ ആ സംഖ്യ എന്ന് പറയുന്നത് 400 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ഇൻറ്റു 100 1000 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ മോഡൽ 10ഉം മോഡൽ 11ഉമാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് മോഡൽ 10 പറഞ്ഞത്? എയുടെ ബി ശതമാനം എന്തിന് ഈക്വലാണ്? ബിയുടെ എ ശതമാനത്തിന് ഈക്വലാണ്. എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനത്തിന് ഈക്വലാണ്.